പിണറായി സർക്കാർ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് പിണറായി ഭക്തർക്ക് വേണ്ടി കോടികൾ സുപ്രീം കോടതി വക്കീലന്മാർക്ക് ഫീസായി കൊടുത്ത് ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് കേസിന് പോകാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നും ഇന്നലെയും മാത്രമല്ല, എത്രയോ കാലങ്ങളായി പോകുന്ന കേസുകളെല്ലാം തോറ്റുകൊണ്ടിരിക്കുക. എല്ലാ കേസുകളും 8 നിലയിൽ തോറ്റിട്ടും കോടികൾ നഷ്ടപ്പെട്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഇഷ്ടക്കാർക്ക് വേണ്ടി അടുത്ത കുതന്ത്രം മെനയുന്ന സർക്കാർ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ നടത്തുന്നത്? അപകടകരമായ ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഒരു മാധ്യമങ്ങളും മാപ്രകളും തുനിയുന്നില്ല. അത് സാധാരണക്കാരെ ആശ്ചര്യപ്പെടുത്തുന്നു. സർക്കാർ ഈയിടെ സുപ്രീം കോടതിയിൽ പോയി എതിർകക്ഷികൾക്ക് അനുകൂല വിധി വാങ്ങിക്കൊടുത്ത കേസുകളിൽ ചിലത് മാത്രം പറയാം. മുസ്ലിം ലീഗിലെ KM ഷാജി, അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച വിഷയത്തിൽ ഹൈക്കോടതി തള്ളിയതാണ് ആ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസ്, പിന്നെ അന്തരിച്ച ചെങ്ങന്നൂർ MLA മകന് ആശ്രിത നിയമനം നടത്തിയ കേസിൽ സുപ്രീം കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളി. ഇപ്പോൾ മലങ്കര സഭാ കേസിൽ 6 പള്ളികളിൽ വിധി നടപ്പാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി പണി മേടിച്ചു. അങ്ങനെ എത്രയെത്ര കേസുകൾ, അപ്പീലുകൾ. ഗവർണർക്കെതിരെ ആയാലും കേന്ദ്ര സർക്കാരിനെതിരെ ആയാലും സുപ്രീം കോടതിയിൽ കോടികൾ മുടക്കി വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കും. എല്ലാം 8 നിലയിൽ പൊട്ടും. ഒരു നാണവും മാനവും ഇല്ലാതെ വീണ്ടും കേസ് കിട്ടുമായി കോടതി വരാന്തയിൽ കയറി ഇറങ്ങും. ഇതിനോടകം എത്ര കോടികൾ സുപ്രീം കോടതി വക്കീലന്മാരുടെ ഫീസായി മാറിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ കാശല്ലേ? എന്തൊക്കെ വന്നാലും കേളൻ കുലുങ്ങിയാലും പാലവും കുലുങ്ങില്ല, കപ്പിത്താനും കുലുങ്ങില്ല. കാരണം കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. അതല്ലേ സർക്കാരിന്റെ ഇപ്പോഴത്തെ നയമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ?